നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 60 ആക്കി ഉയർത്തില്ല. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. 4ാം ഭരണപരിഷ്കാര കമ്മീഷന്റെ ശുപാർശകൾ പരിശോധിക്കാൻ നിയോഗിച്ച ചീഫ് സെക്രട്ടറി അധ്യക്ഷയായ സെക്രട്ടറി തല സമിതിയുടെ ശുപാർശകൾ ഭേദഗതികളോടെ മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു. പെൻഷൻ പ്രായം 60 ആക്കി ഉയർത്തണമെന്ന ശുപാർശ അംഗീകരിക്കേണ്ടതില്ലെന്നും തീരുമാനിച്ചു. കേരളത്തിൽ സ്ഥലമേറ്റെടുപ്പ് നടപടികൾ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ചു. കേരളത്തിൽ സ്ഥലമേറ്റെടുപ്പ് സുഗമമായി നടക്കാത്തതിനാൽ റെയിൽവേ വികസന പദ്ധതികൾക്ക് തടസ്സം നേരിടുന്നുവെന്ന് റെയിൽവേ മന്ത്രി കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കന്യാകുമാരി, എറണാകുളം, കുമ്പളം, തുറവൂർ തുടങ്ങിയ പാതകളുടെ ഇരട്ടിപ്പിക്കൽ, അങ്കമാലി, ശബരിമല പുതിയ പാത എന്നീ പദ്ധതികളിൽ സ്ഥലമേറ്റെടുപ്പ് പ്രതിസന്ധിയിലായിരിക്കുകയാണെന്നും റെയിൽവേ മന്ത്രി മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കുന്നു. 470 ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കാനായി 2100 കോടി രൂപ കേരളത്തിന് നൽകിയിട്ടും 64 ഹെക്ടർ മാത്രമാണ് ഏറ്റെടുക്കാനായത്. നിലവിൽ 12,350 കോടി രൂപയുടെ പദ്ധതികളാണ് കേരളത്തിനായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണത്തിൽ കുടുംബം ആവശ്യപ്പെട്ടുള്ള CBI അന്വേഷണ ആവശ്യം തള്ളി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CBI അന്വേഷണത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ പാർട്ടിക്കുണ്ടെന്നും ആ നിലപാടിൽ മാറ്റമില്ലെന്നും CBI കൂട്ടിൽ അടച്ച തത്തയാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം പാർട്ടി നവീൻ്റെ കുടുംബത്തിനൊപ്പമാണെന്നും MV ഗോവിന്ദൻ ആവർത്തിച്ചു. ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBI അന്വേഷണത്തെ എതിർക്കുകയല്ല CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചെയ്തതെന്ന് CITU നേതാവ് മലയാപ്പുഴ മോഹനൻ പറഞ്ഞു. CBI എന്നത് അന്വേഷണത്തിൻ്റെ അവസാന വാക്കല്ലെന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. അത് ശരിയാണെന്നും മയാലപ്പുഴ മോഹനൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഡിജിറ്റൽ സർവകലാശാല VCയുടെ ചുമതല ഡോക്ടർ സിസ തോമസിന് നൽകി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. KTU VCയുടെ താൽക്കാലിക ചുമതല K ശിവപ്രസാദിനും നൽകി. അനുമതി വാങ്ങാതെ പദവി വഹിച്ചതിന് ഡോക്ടർ സിസയ്ക്കെതിരെ സർക്കാർ അച്ചടക്ക നടപടി സ്വീകരിച്ചിരുന്നു. സർക്കാർ 2ഇടത്തും 3 പേരടങ്ങിയ ഒരു പാനൽ ഗവർണർക്ക് സമർപ്പിച്ചിരുന്നു. എന്നാൽ സർക്കാരിൻ്റെ ഈ പാനൽ തള്ളിക്കൊണ്ടാണെന്ന് 2ഇടത്തേക്കും ഗവർണർ താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിച്ചിരിക്കുന്നത്. അദാനിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. അമേരിക്കയിലെ നിയമ നടപടികളുടെ പശ്ചാത്തലത്തിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ലോക്സഭയിലും രാജ്യസഭയിലും ആവശ്യപ്പെട്ടു. ലോക്സഭയിലുണ്ടായിരുന്ന രാഹുൽ ഗാന്ധിയും അറസ്റ്റ് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ MPമാർക്കൊപ്പം മുദ്രാവാക്യം മുഴക്കി. 12 മണിവരെ ആദ്യം പിരിഞ്ഞ സഭ പിന്നീട് ചേർന്നപ്പോഴും ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് നാളത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭയിൽ ചർച്ച ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ച പ്രതിപക്ഷത്തെ രൂക്ഷമായ ഭാഷയിൽ നേരിട്ട ചെയർമാൻ ജഗദീപ് ധൻഖർ ഒന്നും രേഖകളിലുണ്ടാകില്ലെന്നും വ്യക്തമാക്കി. ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഭാര്യ മഞ്ജുഷയുടെ ഹർജി പരിഗണിക്കവേ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അടുത്ത മാസം 6-ന് കേസ് ഡയറി ഹാജരാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥർ സത്യവാങ്മൂലം നൽകണമെന്നും കോടതി അറിയിച്ചു. ഹർജിയിൽ സർക്കാരിനോടും CBIയോടും ഹൈക്കോടതി നിലപാട് തേടി. ഹർജിയിൽ വിശദമായ വാദം അടുത്ത മാസം 9-ന് കേൾക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രത്യേക നോഡൽ ഓഫീസറെ നിയമിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. പരാതിക്കാർ നേരിടുന്ന അധിക്ഷേപങ്ങൾ നോഡൽ ഓഫീസറെ അറിയിക്കാം. മൊഴി നൽകിയവർക്ക് ഭീഷണിയുണ്ടെന്ന് WCC അറിയിച്ചതിനെ തുടർന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. നിയുക്ത വയനാട് MP പ്രിയങ്ക ഗാന്ധി 30-ന് കേരളത്തിലെത്തും. 2 ദിവസത്തേക്കാണ് പ്രിയങ്ക ഗാന്ധിയുടെ കേരള സന്ദർശനം. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ വയനാടിനു വേണ്ടി പോരാട്ടം തുടരുമെന്ന് T സിദ്ദീഖ് MLA പറഞ്ഞു. രാഹുൽ ഗാന്ധി തുടങ്ങിവെച്ച ശ്രമങ്ങൾ പ്രിയങ്ക ഗാന്ധിയും തുടരുമെന്നും പാർലമെന്റിന് അകത്തും പുറത്തും വയനാടിനായി പോരാട്ടം തുടരുമെന്നും T സിദ്ദീഖ് MLA കൂട്ടിച്ചേർത്തു. പാലക്കാട് BJPയിലും സംസ്ഥാന നേതാക്കൾക്കിടയിലുമുണ്ടായ തർക്കത്തിൽ ഇടപെട്ട് BJP കേന്ദ്ര നേതൃത്വം. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയുണ്ടായ പ്രശ്നപരിഹാരത്തിനായി കേന്ദ്ര നേതൃത്വം കേരളത്തിലെ നേതാക്കളുമായി ചർച്ച നടത്തും. പരസ്യ പ്രസ്താവനകൾ പാടില്ലെന്നും കേന്ദ്ര നേതൃത്വം നേതാക്കളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്.
പാലക്കാട് നഗരസഭയിലെ അതൃപ്തരായ ഒരു വിഭാഗം BJP കൗൺസിലർമാരുമായി കോൺഗ്രസ് ചർച്ച നടത്തിയതായി സൂചന. സന്ദീപ് വാര്യർ വഴിയാണ് ചർച്ച നടത്തിയതെന്നാണ് വിവരം. അതേസമയം അസംതൃപ്തരായ നേതാക്കളെ പാളയത്തിലെത്തിക്കാൻ കോൺഗ്രസ് നീക്കം നടത്തുന്നുവെന്ന സൂചന നൽകിക്കൊണ്ട് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിപ്പിടുകയും ചെയ്തു. കോൺഗ്രസ് പ്രത്യയശാസ്ത്രവുമായി ഐക്യപ്പെടാൻ തയ്യാറുള്ള ആരും രാഷ്ട്രീയമായി അനാഥമാകില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് സന്ദീപ് വാര്യരുടെ പോസ്റ്റ്. BJPയിൽ നിന്ന് രാജിവെച്ച വയനാട് മുൻ ജില്ലാ പ്രസിഡന്റ് KP മധുവിനെ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ സന്ദീപ് വാര്യരുടെ നീക്കമെന്ന് റിപ്പോർട്ടുകൾ. സന്ദീപ് വാര്യർ തന്നെ ബന്ധപ്പെട്ടിരുന്നുവെന്നും ആലോചിച്ചറിയിക്കാമെന്നാണ് പറഞ്ഞതെന്നും മധു വ്യക്തമാക്കി. BJPയെ അപമാനിക്കാനും അപകീർത്തിപ്പെടുത്താനും ശ്രമിച്ച ഒരു മാധ്യമപ്രവർത്തകനെയും വെറുതെ വിടില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. കള്ളവാർത്തകൾ ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്തവർ ഏത് കൊമ്പത്തിരിക്കുന്നവനായാലും കൈകാര്യം ചെയ്യുമെന്നും സുരേന്ദ്രൻ ഭീഷണി മുഴക്കി. പാലക്കാട് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ BJPയിലുണ്ടായ വിമത നീക്കവും നേതൃത്വത്തോട് അതൃപ്തി അറിയിച്ച് നേതാക്കൾ രംഗത്ത് വന്നതും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രി സജി ചെറിയാന്റെ ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ ഹൈക്കോടതി ഉത്തരവിട്ട് ഒരാഴ്ച പിന്നിട്ടിട്ടും തുടരന്വേഷണത്തിൽ ഇതുവരെ ഒരു തീരുമാനമെടുത്തില്ലെന്നും സജി ചെറിയാൻ അപ്പീലും നൽകിയിട്ടില്ലെന്നും റിപ്പോർട്ടുകൾ. അന്വേഷണത്തിന് ഉത്തരവിടാത്ത സാഹചര്യത്തിൽ കോടതിയലക്ഷ്യ നടപടി തുടങ്ങുമെന്ന് കേസിലെ പരാതിക്കാരൻ അഡ്വക്കേറ്റ് ബൈജു നോയൽ വ്യക്തമാക്കി. ശബരിമലയിൽ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്നവരിൽ 30% ആളുകളും ദർശനത്തിനെത്തുന്നില്ലെന്ന് റിപ്പോർട്ട്. ഇത്തവണ മണ്ഡലകാലത്ത് നട തുറക്കും മുമ്പ് തന്നെ നവംബർ മാസത്തിലെ ബുക്കിംഗ് അവസാനിച്ചിരുന്നു. നേരത്തെ തന്നെ ബുക്കിംഗ് പൂർത്തിയായതോടെ പുതുതായി ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നവർക്കും ഉദ്ദേശിച്ച സമയത്ത് ദർശനം കിട്ടുന്നില്ല. വരാൻ കഴിയാത്തവർ ബുക്കിംഗ് ക്യാൻസൽ ചെയ്യണമെന്ന ദേവസ്വം ബോർഡിൻ്റെ ആഹ്വാനം പാലിക്കപ്പെടാത്തത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ശബരിമല 18ാം പടിയിൽ നിന്നുകൊണ്ട് ഫോട്ടോ എടുത്ത സംഭവത്തിൽ SAP ക്യാമ്പിലെ 23 പോലീസുകാർക്ക് കണ്ണൂർ KAP 4 ക്യാമ്പിൽ നല്ല നടപ്പ് പരിശീലനത്തിന് ADGP S. ശ്രീജിത്ത് നിർദ്ദേശം നൽകി. നടപടിയെ തുടർന്ന് 23 പോലീസുകാരും ശബരിമലയിൽ നിന്ന് പരിശീലനത്തിനായി മടങ്ങി. തീവ്ര പരിശീലനം നൽകണമെന്നാണ് ADGPയുടെ നിർദ്ദേശം. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നാളെ റിപ്പോർട്ട് നൽകും. ചില മലയാളം സീരിയലുകൾ എൻഡോസൾഫാൻ പോലെ മോശമാണെന്ന നടൻ പ്രേംകുമാറിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ നടൻ ധർമ്മജൻ ബോൾഗാട്ടി. സീരിയലിന് എൻഡോസൾഫാൻ എന്ന് പറഞ്ഞ പ്രേംകുമാർ സീരിയലിലൂടെ എത്തിയ ആളാണെന്നും പാവപ്പെട്ടവർ ജീവിച്ചു പോയിക്കോട്ടെ എന്നുമാണ് ധർമ്മജൻ ബോൾഗാട്ടി അഭിപ്രായപ്പെട്ടത്. സീരിയലുകൾക്ക് സെൻസറിങ് ആവശ്യമാണെന്നും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ്റെ ചുമതലയുള്ള പ്രേംകുമാർ അഭിപ്രായപ്പെട്ടിരുന്നു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിയുടെ ഏറ്റവും വലിയ വാട്ടർ പ്യൂരിഫയർ സെയിൽസ് ആരംഭിച്ചു. ബോർവെള്ളം, ഫിൽട്ടർ വെള്ളം, കിണർ വെള്ളം എന്നിവ കോംബോ ഓഫർ വഴി നല്ല വെള്ളമാക്കാം. തുക തവണകളായി അടക്കാൻ EMI സൗകര്യം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പി 9447151447. താങ്ക് യു.